തുടങ്ങല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى. صدق الله العلي العظيم. ആദരണീയരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ട് പള്ളിക്കാപ്പറ്റയിൽ നമ്മൾ നടത്തി വരുന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് പഠന ക്ലാസ് അൽഹംദുലില്ലാഹ് വീണ്ടും ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പഴയ അവസ്ഥയിലേക്ക് ആ രൂപത്തിൽ തന്നെ നമുക്ക് വൈകാതെ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അതോടുകൂടെ തന്നെ നമ്മുടെ മദ്രസകളടക്കം, സ്കൂളുകളടക്കം നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ ഏറെ വിഷമത്തിലാണ് നമ്മൾ. പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന കാര്യം, അനുബന്ധ കാര്യങ്ങൾ, ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ആ പഴയ അവസ്ഥയിലെല്ലാം തുടങ്ങാനുള്ളൊരു സാഹചര്യം സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് നമ്മുടെ സഹചാരിയിലേക്കും മറ്റുമൊക്കെ സംഭാവനകൾ നൽകിയവർ, പരിശുദ്ധ ഖുർആന്റെ സദസ്സിലേക്ക് സാധാരണ നൽകുന്നത് പോലെ നൽകിയവർ, അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പരിശുദ്ധ റബീഉൽ ആഖിറിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ് പരിശുദ്ധ റബീഉൽ അവ്വലിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹുവിന്റെ തിരുദൂതരെ പറ്റി പരാമർശിക്കുന്ന പ്രത്യേകം ആയത്തുകൾ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നേതാവ്, അമ്പിയാക്കളുടെ നേതാവ്, ആ നേതാവിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പിതാവിന്റെ സ്വത്ത് മക്കൾ അനന്തരമെടുക്കുന്ന പോലെ അമ്പിയാക്കളുടെ ആ ദൗത്യ നിർവഹണം അനന്തരമെടുക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പരിശുദ്ധ റബീഉൽ ആഖിർ വരുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്ന ഒരു മാസമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിരന്തരം നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ പൂർവസൂരികളുടെ മാർഗത്തിലേക്ക് എത്താനാണ്. നമ്മൾ ആ പൂർവസൂരികളുടെ മാർഗത്തിലാണെങ്കിലും മരിക്കുന്നത് വരെ അവർ വെട്ടിത്തെളിയിച്ച ആ പാന്താവിലൂടെ മാത്രം സഞ്ചരിക്കുകയും ആ രൂപത്തിൽ മരിക്കുകയും
ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്. പൂർവസൂരികൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അതിൽ ഉൾപ്പെടുന്നത് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ സുദ്ദീഖീങ്ങളാണ്. സൂറത്ത് നിസായിൽ അല്ലാഹു തആല ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് സുദ്ദീഖീങ്ങളാണല്ലോ. സുദ്ദീഖ് എന്ന് പറയുമ്പോൾ, സുദ്ദീഖീങ്ങൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും വരുന്നത്. വിശുദ്ധിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്ന സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പൂർവസൂരികളുടെ വഴിയാണ്. അത് അമ്പിയാക്കളിൽ നിന്ന് പഠിച്ച്, അന്ത്യപ്രവാചകരിൽ നിന്ന് പഠിച്ച ആ വഴി, അത് അതേ രൂപത്തിൽ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റബീഉൽ ആഖിറിൽ നമ്മൾ പ്രത്യേകം അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ അൽ ഉലമാ എന്ന് പറയുന്ന, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നാണല്ലോ. പണ്ഡിതന്മാർ അംബിയ മുർസലുകളുടെ അനന്തരാവകാശികളാണ് എന്നാണ്. അവിടെ അൽ ഉലമാ ഔലിയാക്കളാണ്, ഔലിയാക്കളായ പണ്ഡിതന്മാർ. ഈ ഉമ്മത്തിൽ, എല്ലാ ഉമ്മത്തിലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള മഹത്തുക്കൾ. ഈ ഉമ്മത്തിൽ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് പരിശുദ്ധ റബീഉൽ ആഖിറിലാണ്. കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ കാണിച്ചു തന്ന ആ പാൻതാവിലൂടെ മാത്രം, അത് നബി തങ്ങളുടെ ജീവിതം അതേ രൂപത്തിൽ ഒപ്പിയെടുത്തതാണ്. അത് നമുക്ക് കാണിച്ചു തന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയുന്ന വലിയ ഒരു സൂഫി, മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞ അതേ ദിവസം വിട പറഞ്ഞു. ഇതൊന്നും യാദൃശികമാണ് എന്ന് വിചാരിക്കരുത്. മലയാളത്തിന്റെ മണ്ണ് കണ്ട ഏറ്റവും വലിയ സൂഫിയോഗ്യനായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു റബീഉൽ ആഖിറിലായിരുന്നു. അറബ് ഭരണാധികാരികൾ, അറബ് പണ്ഡിതന്മാരൊക്കെ സംശയലേശമന്യേ പറഞ്ഞ ആലിമുൽ ആലം എന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ ആഖിറിലാണ്. ഇത്തരത്തിലുള്ള മഹാരഥന്മാരെ നമ്മൾ പറയുന്നത്, അവരെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നത്, അവർ കാണിച്ചു തന്ന ആ പാന്താവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നേരെ തുറന്നു നോക്കിയിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ ഇത് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ സ്വഹാബത്തിനെ പഠിപ്പിച്ചതാണ്. ഒരു ഗുരുമുഖത്ത് നിന്ന് സ്വഹാബത്ത് കൃത്യമായിട്ട് അത് പഠിച്ചതാണ്. അത് കൈമാറ്റം ചെയ്യപ്പെട്ട് അൽഹംദുലില്ലാഹ് ഈ ഔലിയാക്കളിലൂടെ നമ്മുടെ കൈകളിൽ എത്തിയതാണ്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ഖുർആനി വസ്സുന്ന എന്ന് ദുആരക്കാൻ അള്ളാഹു കൽപ്പിച്ചില്ല. മറിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അങ്ങനെയാണ് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. അള്ളാഹുവെ ഞങ്ങളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് ചേർത്തനെ, അതിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നല്ല പ്രാർത്ഥന. മറിച്ച് പൂർവസൂരികളുടെ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ആ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ചിലര് കളിയാക്കാറുണ്ട്, എന്ത് പൂർവസൂരികള്. മക്കാ മുശ്രിക്കുകളുടെ ചില പരാമർശങ്ങളാണ് ചില ആളുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കാറ്. മക്കാ മുശ്രിക്കുകളോട് നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ പൂർവ്വ പിതാക്കൾ ആരാധിച്ചതാണെന്നാണ് രേഖ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് എന്തിനാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്, ഇതിലെന്താ അർത്ഥാണുള്ളത്
എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ആരാധിച്ചു, ഞങ്ങൾ ആരാധിക്കുന്ന പറഞ്ഞത്. അത് വെച്ചിട്ട് ചില ആളുകൾ നമ്മൾ പൂർവ്വസൂരികൾ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഇതിനെ തട്ടിച്ച് കമ്പയർ ചെയ്ത് ചില ആൾക്കാർ സംസാരിക്കാറുണ്ട്. വലിയ അപകടമാണത്. 17 വട്ടം ഒരു ദിവസം നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ പൂർവ്വസൂരികളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ, ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പ്രവാചകന്മാരെ നമ്മുടെ കണ്ണുകൊണ്ട് ഇനി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവസാനത്തെ പ്രവാചകരുടെ അനുയായികളാണ് നമ്മൾ വന്നുപോയി. 63 കൊല്ലത്തെ ജീവിതമാകെ. ഇനി ലോകം അവസാനിക്കുന്നത് വരെ ആ പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനും കാണിച്ചു തന്ന ജീവിതചര്യയാണ്. അത് ഇനി ലോകാവസാനം വരെയുള്ള മോമിനീങ്ങൾക്ക് ഏത് നേതൃത്വത്തിൽ നിന്നാണ് ആ ചര്യ പഠിക്കാനുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഒരു പരിഹാസമാണ്. ഏതെങ്കിലുമൊക്കെ വ്യാജന്മാരെ ചിന്തിച്ചിട്ടാണത്. ഒന്ന് സൂക്ഷ്മമായി നോക്കൂ. ഇപ്പൊ 2000-ന്റെ നോട്ട് ഇന്ത്യയിൽ ഉണ്ട്. റിസർവ് ബാങ്ക് ഇറക്കുന്ന നോട്ടുള്ള വലിയ നോട്ടാണ് 2000-ന്റെ നോട്ട്. എന്നാൽ 2000-ന്റെ ഈ നോട്ടിൽ വ്യാജനുണ്ട്. നിലവിൽ ഒറിജിനൽ ഉണ്ടായത് കൊണ്ടാണല്ലോ വ്യാജനുകൾ. ഇപ്പൊ 1000-ന്റെ വ്യാജന്റെ പ്രശ്നമില്ല. കാരണം 1000 1000-ന്റെ ഒറ്റ നോട്ട് നിരോധിക്കപ്പെട്ടു. ഇപ്പൊ ആ സാധനം ഇല്ലാത്തത് കൊണ്ട് വ്യാജന്മാരെയും വിപണിയിൽ കാണാൻ കഴിയില്ല. ഒറിജിനൽ ഉണ്ടാകുമ്പോഴാണ് വ്യാജന്മാരുണ്ടാവുക. എന്നതുപോലെ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ ഈ ലോകത്ത് ഉണ്ടാകും. കാരണം നബിതങ്ങൾ പറഞ്ഞത് സത്യാകണല്ലോ. അൽ ഉലമാ വറസത്തുൽ അംബിയ. അവർ കാലാകാലം നിലനിൽക്കേണ്ടവരാണ്. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ ദീന് ഇവിടെ നിലനിൽക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയതുപോലെ ഔലിയാക്കൾക്ക് അള്ളാഹു തല കറാമത്ത് നൽകും. അത് കേവലം ഒരു അത്ഭുതമല്ല, കൺകെട്ടല്ല, ജാലവിദ്യയല്ല. കൺകെട്ടും ജാലവിദ്യയും ഒക്കെ അത്ഭുതങ്ങളൊക്കെ അവിശ്വാസികളിൽ നിന്ന് വരും. അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയാം. അത് മുഅ്ജിസത്തല്ല, അത് കറാമത്തല്ല, ഇസ്തിദ്റാജ്. അൽഫാമായി അത് വിശ്വാസികളെ ചതിയിൽപ്പെടുത്തുകയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് മോതിരമെടുക്കുന്നതും ഭസ്മമെടുക്കുന്നതും മാലയെടുക്കുന്നതും മോതിരക്കല്ലെടുക്കുന്നതും അത് എറിയുന്നതും ഇതൊക്കെ മുതുകാടൊക്കെ കാണിക്കുന്നത് പോലെ ശരീരം മുറിക്കുന്നതും പലതും കാണിക്കാം. അവരൊക്കെ ദൈവങ്ങളാക്കാൻ പറ്റില്ല. മുതുകാട് തന്നെ ഒരിക്കൽ പറഞ്ഞു, അത്ഭുതം കാണിക്കുന്നവരൊക്കെ ദൈവങ്ങളാണെങ്കിൽ ഞാൻ എത്ര വലിയ ദൈവമാണ്. എന്നാൽ അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് അതുപോലല്ല, ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാകുന്നതും അതുപോലല്ല. ആവട്ടെ, പറഞ്ഞു വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തിരുദൂതരോട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇസ്ലാമാണ്, 1 ഇസ്ലാം, 2 ഈമാൻ, 3-മത്തത് ഇഹ്സാനാണ്. അതിൽ ഇഹ്സാൻ എന്ന് പറയുന്ന ആ ഒരു വകുപ്പ്, 3-മത്തെ ആ ഘടകം, അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്ന ഒരു ജ്ഞാനശാഖ വരുന്നത്. അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കള്, സൂഫികൾ, അവരുടെ ജീവിതം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സൂഫികൾ എന്ന് പറയുന്ന ആ പേര് ഒരു പക്ഷേ അന്ന് ചർച്ചല്ല. പക്ഷെ അതിന്റെ പൊരുള് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് സൂഫികൾ എന്നുള്ള പേര് ധാരാളം കേൾക്കുന്നുണ്ട്, പക്ഷെ പൊരുള് കുറവായിരിക്കും. അതാണ് വ്യത്യാസം. ചിലർ പറയും അള്ളാഹുവിന്റെ തിരുദൂതരുടെ കാലഘട്ടത്തിലൊന്നും ഇന്നത്തെ പോലെ ഈ സൂഫികൾ എന്നുള്ള പേരിലൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇതെന്ന് മാത്രമല്ല, തസവുഫ് എന്ന് പറയുന്ന ഒരു ജ്ഞാനശാഖ ഒരു പ്രത്യേക പേരിൽ പിൽക്കാലത്ത് വന്നതാണെങ്കിലും അത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതന്നുണ്ടല്ലോ. ഏതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ജ്ഞാനശാഖ ഒരു പേരിൽ അറിയപ്പെടുന്നില്ല. സംഗതി ഉണ്ട്. ഇന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ, ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് വന്ന് നബി തങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു. തിരുദൂതർ അത് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. സ്വഹാബത്ത് അവർക്ക് ശേഷമുള്ളവർക്ക് അങ്ങനെ കൈമാറി വന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ ഭാഷയാണ് അറബി ഭാഷ. ഇന്ന് വ്യാകരണം പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. അതൊരു ജ്ഞാനശാഖയാണ്.
അള്ളാഹുവിന്റെ തിരുതർ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ ആ പേരിൽ അറിയപ്പെടുന്നില്ല, പക്ഷെ വിഷയമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചരിത്രം ഖുർആൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോ താരീഖ് പ്രത്യേക ഗ്രന്ഥങ്ങളുണ്ട്. അന്നാ ഗ്രന്ഥങ്ങൾ വേണമെന്നില്ല, പക്ഷെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് മലക്ക് നിബിധങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. എങ്ങനെ മണിക്കണം, എങ്ങനെ നീട്ടണം, എങ്ങനെ അക്ഷരങ്ങൾ ഉച്ചരിക്കണം, അതൊക്കെ അതേ രൂപത്തിൽ തന്നെ വേണം. തജ്വീദ് എന്നതുപോലെ തന്നെ ആത്മീയമായ മനുഷ്യന്റെ മുന്നേറ്റം, അതായത് ഇഹ്സാൻ എന്ന് പറയുന്ന ആ ഘടകത്തെ പരിപോഷിപ്പിക്കുക, അതിനാണ് സൂഫികൾ. അതായത് ബാഹ്യമായിട്ട് ഇപ്പൊ ഏത് നിലക്കും കാട്ടിക്കൂട്ടാൻ ആർക്കും സാധിക്കുമല്ലോ. ബാഹ്യമായിട്ട്, ആന്തരികമായിട്ടാണ് പ്രശ്നം. അവിടെ എത്രമാത്രം ഇഖ്ലാസ് ഉണ്ട് അത് ഉണ്ടാക്കലാ ലക്ഷ്യം. ഒരു സദസ്സിൽ എല്ലാവരും കൂടി ഇങ്ങനെ ചായ കുടിക്കുകയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദുണ്ട്. അള്ളാഹുവിന്റെ സൂഫികൾ ഔലിയാക്കൾക്ക് ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ ചിലതൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. അയാളെ ആത്മാർത്ഥ എത്രമാത്രം ഉണ്ട് എന്ന് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഒരു സദസ്സിൽ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. പക്ഷെ ഒരാള് അയാളെ കണ്ടാൽ നീണ്ട താടിയുണ്ട്, നല്ല കെട്ടുമട്ടുള്ള ഒരാളാണ്, പക്ഷെ അയാൾ ചായ കുടിക്കുന്നില്ല. അപ്പോ അത്തിപ്പറ്റ ഉസ്താദ് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചായ കുടിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ ബാക്കി കിട്ടാൻ കാത്തിക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെ മുന്നിലുണ്ടല്ലോ ഒരു ഗ്ലാസ് ചായ. ഉസ്താദ് എന്ത് ചെയ്തു? ആ ചായ മുഴുവനായിട്ട് കുടിച്ചു. ഒരു തുള്ളി പോലും അതിൽ ബാക്കി വെക്കാതെ ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് മൈൻഡ് ചെയ്യാതെ പോയി ഉസ്താദ്. അതായത് അതാണ് തസവുഫിന്റെ പണ്ഡിതന്മാരുടെ അവസ്ഥ. അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേവലം ഒരു ജാട മാത്രമാണ്, ആളാവാനാണ്. മനസ്സ് തട്ടിയിട്ടല്ലാന്ന് വായിച്ചെടുക്കാൻ, അതിൻ്റെ ഉള്ളറിയാൻ അത് അവർക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ വഷളാക്കൂല, ഒരു തുള്ളി കൊടുത്തില്ല. അത് ചില കാര്യങ്ങൾ അങ്ങനെ. ഞാൻ പറഞ്ഞു വരുന്നത്, ബാഹ്യമായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളെ കണ്ടാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ബാഹ്യമായിട്ട് നല്ല വേഷഭൂഷാദികളാണ്, യാതൊരു പ്രശ്നം തോന്നുന്നില്ല. അപ്പൊ ഈ ഉള്ള്, അതായത് ഇബാദത്തുകൾ, കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ എത്ര ഇഖ്ലാസ് കാണിച്ചാലും ആന്തരികമായിട്ട് ഉള്ളിൽ എത്ര തട്ടുന്നുണ്ട്, അത് കൂടുതൽ തട്ടിക്കാനുള്ളൊരു മാർഗം. അതിനാണല്ലോ ഈ ആത്മീയമായ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനാണല്ലോ ഇത്തരത്തിലുള്ള മശായിഖുമാർ നമുക്ക് നേതൃത്വം നൽകുന്നത്. അതാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ എന്ന ചോദ്യത്തിന് തിരുദൂതർ റൂഹുൽ അമീൻ മറുപടി കൊടുത്ത എന്താ? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക. നീ അള്ളാഹുവിനെ നേരെ കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട്. ആ ബോധത്തോടു കൂടെ നീ ആരാധിക്കാനാണ്. അപ്പൊ നമുക്ക് ഉള്ളിലും ആത്മാർത്ഥം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരം ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ റുക്കൂഴ്, നമ്മുടെ സുജൂദ് ഒക്കെ കറക്റ്റായിരിക്കും. എല്ലാം ആ കോലത്തിൽ തന്നെ നമ്മൾ ഖിബലയുടെ ഭാഗത്തേക്ക് തന്നെ നിൽക്കുന്നുണ്ട്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരം വീഡിയോയിൽ പകർത്തപ്പെടുന്നുണ്ട്, ചില ആളുകൾ അത് ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയായിരിക്കും. എന്തെങ്കിലും പാളിപ്പോയാൽ, സുജൂദ് ചെയ്യുന്ന സമയത്ത് വിരലിന്റെ പള്ള നിലത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ആളുകൾ കണ്ടാൽ മോശമല്ലേ എന്നുള്ള രൂപത്തിൽ. എന്നാൽ അതിപ്പോ ക്യാമറ കണ്ണുകൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാത്ത കൂരിരുട്ടിലാണ് റബ്ബ് ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, റബ്ബിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ നട്ടപ്പാതിര സമയത്താണെങ്കിലും എത്ര ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ. ആ ഇഖ്ലാസ് ഉണ്ടാക്കലാണ് യഥാർത്ഥത്തില്. അതിനാണ് ഈ സൂഫികളൊക്കെ നമുക്ക് വഴി കാണിക്കുന്നത്. ഈ സൂഫി എന്ന് പറഞ്ഞാൽ തന്നെ സൂഫ് എന്ന വാക്കിൽ നിന്നാകാം അത് വന്നത്. കമ്പിളി, രോമം എന്നൊക്കെ അർത്ഥം വരുന്ന സൂഫ്.
സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു മിനുസമില്ലാത്ത ഒരത്ത ഒരു കമ്പിളി, ആ കമ്പിളി ധരിച്ചിട്ടാണ് അത്രയും പോയത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലപാടാണ് സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ തിരുദൂതനും ആ രീതി സ്വീകരിച്ചിരുന്നു. കമ്പിളി, ഒരത്തത്, അതായത് ലാളിത്യം അറിയിക്കാനാണ്. ഈ സൂഫി എന്നത് അതിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് തസൗഫിന്റെ പണ്ഡിതന്മാരൊക്കെ ഈ വേഷഭൂഷാദികളൊക്കെ അത് വല്ലാതെ അലങ്കാരമാക്കാത്തതിന്റെ രഹസ്യം അതാണ്. അലക്കാത്തവർ കുളിക്കാത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല സൂഫികൾ എന്ന് പറയുന്നത്, അത് തെറ്റിദ്ധാരണയാണ്. ഇനി സൂഫി എന്ന് പറയുന്നത് അഹ്ലു സുഫ എന്നതിലെ ആ സുഫത്തിൽ നിന്ന് വന്നതാണെന്ന് അങ്ങനെ അഭിപ്രായമുണ്ട്. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ സമീപത്ത് വെച്ച് പഠിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു. അതായത് ആത്മീയമായ ജ്ഞാനം അത് അള്ളാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ ഒരു ടീം. അതായത് ഇന്നത്തെ പള്ളിയിലെ മുത്താലിമീകൾ ആ സിസ്റ്റം അതേ രൂപത്തിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഒരു ഗുരുമുഖത്ത് വെച്ച് അള്ളാഹിന്റെ തിരുദൂതരുടെ അരിക വെച്ച് സദാസമയം തിരുദൂതരുടെ നടത്തം, ഇരുത്തം, സംസാരം, ആ നാവിൽ നിന്ന് എന്താണോ ഉതിർന്നു വീടുന്നത് അത് മുഴുവനും അവർ പെറുക്കിയെടുക്കണം, എല്ലാം ഒപ്പിയെടുക്കുക എന്ന് പറയാം. അങ്ങനെ ആത്മീയമായ ഒരു മുന്നേറ്റം നടത്തിയവരാണ് അഹ്ലു സുഫ. ഭയങ്കര ഇഖ്ലാസ് ആയിരുന്നു അവർക്ക്. ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതര് നജ്മ സൂറത്ത് ഓതി കൊടുത്തു അവർക്ക്, അഹ്ലു സുഫത്തിന്. സൂഫികളുടെ ഉത്ഭവം ഞാൻ പറയുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ പരിശുദ്ധമായ ഖുർആനിലെ നജ്മ സൂറത്ത് ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഓതി അതിന്റെ അവസാനത്താണ്. ആ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ തിരുദൂതർ ആ ഓതി കൊടുക്കുന്ന വചനങ്ങൾ അതിലോട്ട് ചിന്തിച്ച് ഇവര് സൂറത്തിന്റെ അവസാനം എത്തുമ്പോ വല്ലാതെ കരഞ്ഞുപോയി. വതൽഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചിരിക്കുന്നവരാണ്, നിങ്ങൾ കരയാത്തവരാണ്, നിങ്ങൾ വിനോദത്തിൽ മുഴുകിയവരാണ്, നിങ്ങൾ അശ്രദ്ധയുള്ളവരാണ്, നിങ്ങൾ അഹങ്കാരികളാണ്. സുമൂദ് എന്ന് പറഞ്ഞാൽ തന്നെ ഗഫലത്ത് ഉണ്ടാവും, അശ്രദ്ധ, കിബിർ, അഹങ്കാരം. അള്ളാഹുവിന് ശ്രദ്ധ ഇല്ലാതിരിക്കുക, അതോടുകൂടി തന്നെ കിബിർ, പിന്നെ ലഹ്വ്, കളി. ഈ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് മേളിച്ചവരാണ് അവർ. അങ്ങനെയുള്ള ആളുകളെ പറ്റി അള്ളാഹു പറയാണ്, അവർക്ക് വെറും കളി മാത്രമാണ്, ചിരി മാത്രമാണ്, അള്ളാഹുവിനെ ഭയന്ന് കരയാൻ അവർക്ക് സമയമല്ല. നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. നിഷ്കളങ്കരായ അഹ്ലു സുഫ വിചാരിച്ചത് ഇത് ഞങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്നാണ്. കാരണം ഖുർആന്റെ പ്രഥമ സംബോധിതരാണല്ലോ അവര്. വതൽഹഖൂൻ വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുന്നവരാണ്, നിങ്ങൾ തീരെ കരയാത്തവരാണ്. അതായത് നിങ്ങൾക്ക് വെറും കളിയാണ്, നിങ്ങൾക്ക് വെറും വിനോദമാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ നിഷ്കളങ്കമായി ചിന്തിക്കുകയാണ്, പടച്ചോനെ അത് ഞങ്ങളാണോ? അതിലവർക്ക് കരച്ചിൽ വന്നു, സങ്കടം കാരണം കരച്ചിൽ വന്നു. സങ്കടം കാരണം ആ കരച്ചിൽ ഓവറ. ഇത് കണ്ടപ്പോ അള്ളാഹുവിന്റെ തിരുദൂതർക്കും കരച്ചിൽ വന്നു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സദസ്സിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞുപോയി, എല്ലാവരും കരയാം. അങ്ങനെ മദീന പള്ളിയിൽ കൂട്ടക്കരച്ചിലായി. അവസാനം തിരുദൂതർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ ഭയന്ന് കണ്ണിന്ന് കണ്ണീര് വന്നാല് അങ്ങനെയുള്ള ആളുകളുടെ ശരീരം നരകത്തിന്റെ തീയെ ഒരിക്കലും തൊടില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചതിന്റെ ശേഷമാണ് അവർ കരച്ചിൽ നിർത്തിയത്. അപ്പൊ ആ അഹ്ലു സുഫത്തിന്റെ ആ ഈമാൻ നോക്കുക. പരിശുദ്ധ മദീന മസ്ജിദുൻ നബവിയിൽ തിരുദൂതരോട് കൂടെ ഇരുന്നു കൊണ്ട് ദീന് പഠിക്കാൻ വേണ്ടി വന്നവർ. അപ്പൊ അവരാണ് ആദ്യത്തെ സൂഫികൾ ഈ ഉമ്മത്തിൽ.
അവരിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂഫികൾ മുഴുവനും വരുന്നത്. ചാപ്പനങ്ങാടി ഉസ്താദിനെ പോലെയുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള, തൃപ്പഞ്ചി ഉസ്താദിനെ പോലെയുള്ള അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ അത്തരത്തിലുള്ള സൂഫി വര്യന്മാർ മുഴുവനും വന്നത് ആ പരമ്പരയിലാണ്, ആ പാരമ്പര്യത്തിലാണ്. അല്ലെങ്കിൽ സഹോദര, സൂഫി എന്നത് സൊഫാഹ് എന്ന വാക്കിൽ നിന്നാവാം. സൊഫാഹ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കിൽ നിന്നാവാം. കാരണം യഥാർത്ഥ സൂഫികൾ അങ്ങനെയാണല്ലോ, അവർക്ക് വലിയ ആത്മാർത്ഥതയും ഇഖ്ലാസുമാണ്. അങ്ങനെയാവാം. അല്ലെങ്കിൽ സൂഫികൾ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ സോഫിയ എന്ന് പറഞ്ഞാൽ ഇൽമ്, ജ്ഞാനം എന്നാണ് അർത്ഥം. ആ വാക്കിൽ നിന്നാകാം സൂഫി വന്നതെന്നാണ്. സൂഫികളൊക്കെ വലിയ ജ്ഞാനികളായിരിക്കും. അവർക്ക് പല കാര്യങ്ങളും, അവരുടെ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ചൊരിഞ്ഞു കൊടുക്കുന്ന അറിവ്, അത് അള്ളാഹു കൊടുക്കുക തന്നെ വേണം. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമും സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷി കടലിൽ നിന്നൊരൽപ്പം വെള്ളം കൊക്കിലേക്ക് എടുത്തു കൊണ്ടുപോയി. വിശാലമായ കടലിലേക്ക് ഇങ്ങനെ പാറി വന്നിട്ട് ഒരു പക്ഷി ഒരൽപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്ക് ഇപ്പൊ എത്ര കുടിക്കാൻ കഴിയാ? ഏറിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പാണ്. പക്ഷി പള്ളം നിറച്ചു കുടിച്ചാൽ പക്ഷി പറന്നുപോയി. ആ സമയത്ത് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ പക്ഷിയുടെ കൊക്കിൽ പോകുന്ന വെള്ളം കടലിലെ വെള്ളത്തെ അപേക്ഷിച്ച് എത്ര കുറവാണ്, എത്ര ചെറുതാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇൽമ്. അള്ളാഹുവിൻ്റെ ഇൽമിനെ അപേക്ഷിച്ച് നമ്മുടെ ഇൽമൊന്നുമല്ല. എന്നാൽ അള്ളാഹു അവൻ്റെ നൂറാനിയത്താൽപ്പെട്ട ഈ ഇൽമിനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കും. അതുകൊണ്ടുള്ള അധികം ചോദിക്കേണ്ട ഒരേ ഒരു വിഷയം ഇൽമാണ്. തിരുദൂതരോട് പോലും അള്ളാഹു പറഞ്ഞത് അങ്ങനല്ലേ, വഖുർ റബ്ബി സിദ്നി ഇൽമാ, അള്ളാഹുവേ എനിക്ക് ഇൽമിനെ ഏറ്റിത്തരണമേ, എനിക്ക് അറിവിനെ ഏറ്റിത്തരണമേ എന്ന് ദുആ ചെയ്യാനാണ് തിരുദൂതരോട് പോലും പറഞ്ഞത്. ഇൽമ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈമൊന്നുമില്ലല്ലോ, അത് പഠിക്കാൻ വയസ്സും പ്രശ്നമില്ല. പിന്നെ ഈ ഹൈഫ്ളിനൊക്കെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏജ് വളരെ പ്രധാനമാണ്. ആ സമയത്ത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവരെ മനസ്സിൽ കയറും. മുതിർന്ന ആളുകൾക്ക് ഒരു പക്ഷേ കാണാതെ പഠിക്കാനൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സ്വാഭാവികമാണല്ലോ. വണ്ടി പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ടയർ ഒരുപാട് ഓടുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും, സ്വാഭാവികമാണ്. എന്നതുപോലെ നമ്മുടെ ബുദ്ധിക്കും പ്രതിഭക്കൊക്കെ പ്രായം കൂടുതലാകുന്ന സമയത്ത് ക്ഷയം സംഭവിക്കും, അത് സ്വാഭാവികമാണ്. എന്നാലും എത്ര പ്രായമായാലും ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അറിവ് എത്ര പ്രായമായാലും എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞാൽ അത് അറിയാത്തവനേക്കാൾ സ്ഥാനം അവനായല്ലോ. ഒരു ചെറിയ പോയിന്റ് ആണെങ്കിൽ പോലും, ചെറിയ കാര്യമാണെങ്കിലും. അപ്പോൾ ഇൽമ് വളരെ പ്രധാനമാണ്. എന്നാൽ സൂഫികളായ ആളുകൾ, ഈ സൂഫി എന്നത് വന്നത് സോഫിയ എന്നുള്ള വാക്കുന്നാണെങ്കിൽ ആ ഗ്രീക്ക് വാക്കിൽ പദത്തിൽ നിന്നാണെങ്കിൽ അറിവ് എന്ന അർത്ഥത്തിൽ, അതായത് സൂഫികൾക്ക് അല്ലാഹു തആല വലിയ അറിവ് നൽകും. കാട്ടിക്കൂട്ടൽ തീരെ ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ എല്ലാവരും ഫത്വ കൊടുക്കുന്നത് പോലെ, മറ്റു പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്നത് പോലെ ഒരു പക്ഷെ അവർ ഫത്വ കൊടുക്കൂല. അത് നിങ്ങൾ അവിടെ പോയിക്കോളൂ, മറ്റടുത്ത് പോയിക്കോളൂ, അത് ഇന്ന പണ്ഡിതൻ്റെ അരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് സൂഫികളൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അവർ അള്ളാഹു ഏറെ ആദരിച്ച ഒരു വിഭാഗമാണ്, അള്ളാഹു ഏറെ ബഹുമാനിച്ച ഒരു വിഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ആയത്തിൽ പറഞ്ഞില്ലേ, മൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായവർ ആരാണ്? അമ്പിയാക്കളാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അതിന് നബിമാരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരിക്കലും പെടാൻ കഴിയൂല. ഇന്ന് സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അവരിൽപ്പെട്ട ഉന്നതരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നേരത്തെ പറഞ്ഞല്ലോ, വലിയ വിശുദ്ധി നേടിയവർ. അതാണ് ഖുർആൻ ആയത്തിൽ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഖദ് അഫ്ലഹ മൻ തസക്ക, സംസ്കരിച്ചവർ വിജയിച്ചിരിക്കുന്നു, ആത്മസംസ്കരണം നേടിയവർ വിജയിച്ചിരിക്കുന്നു. അവിടെ ആ സംസ്കരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, പുറത്തേക്ക് എന്ത് ജാടകളോ ആർക്കും കാണിക്കാം. കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷെ പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ കഴിയില്ല. എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കാണുന്നത്, ഏതൊക്കെ രൂപത്തിലാണ്. വേഷം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ ആത്മസംസ്കരണം നേടാൻ കഴിയണം, ഉള്ളു നന്നാക്കാൻ കഴിയണം. എന്നെങ്കിലേ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മുഹ്സിനീങ്ങളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, അബ്റാരീങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പുണ്യവാന്മാര് അള്ളാഹു കാണുന്നുണ്ട്, ഇങ്ങോട്ട് അങ്ങോട്ട് ദർശിക്കാൻ എൻ്റെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ആ ഒരു ബോധത്തോടു കൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ ഇഹ്സാൻ എന്നുള്ളത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ പൂർവ്വസൂരികൾ ഒരുപാട് നമുക്ക് മുന്നിൽ കടന്നുപോയി. അവർ സഞ്ചരിച്ച മാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകണം. നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ വലിയൊരു മഹാനായിരുന്നു മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പ് വീരന്മാര് ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച് എന്തെങ്കിലുമൊക്കെ ഉടായിപ്പുകൾ കാണിക്കുമ്പോൾ എല്ലാവരും അതുപോലെയാണ് എന്ന് ധരിക്കരുത്. വ്യാജ ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ വൈറലാകാറുണ്ട്. പണ്ട് SSLC പരീക്ഷ തോറ്റിട്ട് രാജ്യം വിട്ടതായിരുന്നു. പിന്നെ ഇന്നാലിന്ന സ്ഥലത്തുനിന്ന് പിടിച്ചു, എല്ലാ രേഖയുണ്ട്, സർട്ടിഫിക്കറ്റൊക്കെ ഒക്കെ വ്യാജാണ്. ആളുകൾ ചികിത്സിക്കുന്നു. കുറച്ചൊരു പ്രതിഭ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ശരിക്കും കൃത്യമായിട്ട് മരുന്നിന്റെ പേരുകളൊക്കെ പഠിച്ചു വെച്ചാലേ ചെറിയ ജലദോഷം പനിയൊക്കെ തൽക്കാലം ചികിത്സ കൊടുക്കാൻ കഴിയും. ഓപ്പറേഷന് വരെ തയ്യാറായ വീരന്മാരുണ്ട് എന്ന് കരുതിയിട്ട് മുഴുവൻ ഡോക്ടർമാരെയും നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഏത് വിഷയത്തിലും വ്യാജന്മാരുണ്ട്. എന്നതുപോലെ തന്നെ ചിലപ്പോൾ കള്ള ഷെയ്ഖുമാരൊക്കെ വരും. നമ്മൾ പലരുടെയും ധാരണ എന്താ പറയുക, നിസ്കരിക്കാൻ പോകാത്ത, തീരെ ജീവിതത്തിൽ ദീനില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ ഏതൊക്കെ രൂപത്തിലാണ് ഷെയ്ഖന്മാർ വരുന്നത്? അന്യ സ്ത്രീകൾ ചില ആളുകൾ അരികിലേക്ക് ചെല്ലാണ് ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അന്യ സ്ത്രീകൾ മുസാഫഹത്ത് ചെയ്യാണ്, ബൈഅത്ത് ചെയ്യാണ്. ഷെയ്ഖിനോട് നേരിട്ട് പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ കൈ പിടിച്ചിട്ട് ത്വരീഖത്തിൽ കൂടാണ്. ഷെയ്ഖിന്റെ കാല് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആര്? മുരീദായ പെണ്ണ്, അന്യ സ്ത്രീകൾ. സ്ത്രീകളടക്കം നൃത്തം ചെയ്യാണ് പാട്ട് പാടിയിട്ട് ചില ഷെയ്ഖുമാരുടെ അരികെ. സുബ്ഹാനല്ലാഹ്, കുഴപ്പമില്ല എന്നാ പറയണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അവര് വ്യാജന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ പെട്ടെന്നുണ്ട്. അതിന് കൂടുതൽ തെളിവ് വേണ്ട, അതിന് ആയത്തും ഹദീസൊന്നും വേണ്ടല്ലോ, അത് മനസ്സിലാക്കിയാൽ പോരെ. ഏതൊക്കെ രൂപത്തിലാണ് വ്യാജന്മാർ? എല്ലാറ്റിനും രേഖയുണ്ട്. ഷെയ്ഖിന് സുജൂദ് ചെയ്യുന്ന മുരീദന്മാരുണ്ട്, ഷെയ്ഖിന് സുജൂദ് ചെയ്യുന്ന മുരീദന്മാർ. ഓ സുബ്ഹാനല്ലാഹ്, അതിനും തെളിവുണ്ട് അത്രേ. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട് മലക്കാള്. അപ്പോ ഈ ഷെയ്ഖ് ആദം നബിന്റെ ത്വരീഖത്താണ് അത്രേ, അങ്ങനെ പറയുന്നവരുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിനാവ് കണ്ടു. സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നു. അവിടെ സൂര്യനും ചന്ദ്രനും മാതാപിതാക്കളും 11 നക്ഷത്രങ്ങൾ തന്റെ സഹോദരങ്ങളുമാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ അത് നടന്നു ആ സംഭവം. അപ്പോ ചില ഷെയ്ഖുമാർ പറയാണ്, അത് യൂസുഫ് നബിയുടെ ത്വരീഖത്താണ് ഞങ്ങളെ മുരീദന്മാർ സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് വ്യാജന്മാരുണ്ട്. അപ്പൊ നമ്മൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള ആത്മീയ നായകന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി പരാമർശിക്കുമ്പോൾ, അഹ്ലു സുഫത്തിൽ നിന്ന് വന്ന ആ യഥാർത്ഥ സൂഫികളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കരുത്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പോലെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ഈമാനും അതേപോലെ അമലു സ്വാലിഹാത്തും നമുക്ക് അളക്കാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു അവരുടെ. എന്തൊരു ഇബാദത്ത്! ഇബാദത്തുകളുടെ കൂട്ടത്തില് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഖുർആൻ പാരായണം. അതുകൊണ്ടാണല്ലോ ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്, ഖുർആൻ പാരായണത്തിന്റെ ആ രീതി വിശദീകരിക്കുന്ന വിശാലമായിട്ട് പറയുന്നുണ്ട്.
ആൾക്കാരിലൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ പൂർവ്വസൂരികൾ എങ്ങനെ ഖുർആൻ ഓതിയത്. ഒരു ദിവസം കൊണ്ട് ഓതിയവരുണ്ട്, ഒരു ദിവസം ഒരു ഖത്ത് ഓതും. ഉസ്മാൻ റളിയല്ലാഹു ആ കൂട്ടത്തിലായിരുന്നു, ഒരു ദിവസം ഒരു ഖത്ത് പൂർത്തിയാക്കാൻ കഴിയും. തമീം ദാരി റളിയല്ലാഹുവിനെ പോലെയുള്ളവർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിനെ പോലെയുള്ളവരൊക്കെ ഒരു ദിവസം ഒരു ഖത്ത് ഓതിയാലാണ്. എന്നാൽ അതേ താവടിയിൽ ഒരു രാത്രിയിൽ ഒരു ഖത്ത് ഓതിയ ആളാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു. അത് ഒരു തീറ്റ മത്സരം നടത്തുന്നത് പോലല്ല, അത് ഏതെങ്കിലും ഒരു ദിവസം ഒന്നായിട്ട് അല്ല, എല്ലാ ദിവസവും അങ്ങനെ ഒരിക്കലും വിട്ടുപോകാതെ 16 കൊല്ലം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ ഖത്മ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമല് ഏതർത്ഥത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ അതേ പാതയിൽ നമ്മുടെ ഇപ്പം ഈ മലയാളത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാനത് പറയാൻ കാരണം ഈ റബീഉൽ ആഖിറിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല, ഒരുപാട് വായിക്കുക എന്നല്ല, സദ്വൃത്തരിൽ നിന്ന് നമ്മൾ ചിലതെണ്ണം പഠിച്ചാൽ വളരെ പെട്ടെന്നുണ്ട്. അതിന് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയൊരു മഹാനായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. അങ്ങനെ പറയാൻ കാരണം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം ജിബ്രീൽ എന്ന മലക്കിനെ അറിയും. മലക്ക് ആകാശ ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തിനെ അറിയും. മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെടും അയാളെ. അതിന്റെ അടയാളം ഭൂമിയിൽ സ്വീകാര്യത നൽകുന്നതാണ്. നമുക്കൊക്കെ ധൈര്യമായിട്ട് ഉള്ളു തട്ടി പറയാൻ കഴിയുന്ന ഒരു വലിയ മഹാനായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. നമ്മൾ വെറുതെ പറയില്ലല്ലോ, അവരെ പോലെ നമുക്ക് കഴിയൂല. കാരണം എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു. ഞാനങ്ങനെ ആലോചിക്കും, റബ്ബേ ഇത് ഒരു ദിവസം 2 ദിവസം അല്ലല്ലോ, ഏതെങ്കിലും ഒരാഴ്ചയുള്ള സൂക്ഷ്മതലല്ലേ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച അതന്നെ പൂർത്തിയാക്കാൻ കഴിയണില്ല. അസുഖമുള്ളപ്പോൾ ഒരാൾ ഇപ്പം എന്നോട് പറഞ്ഞു, അയാൾ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ പോയി കുറേ പച്ച ഇലയും ഇതൊക്കെ കൊത്തിയുറുക്കി കൊടുക്കുന്ന, എന്നിട്ട് ഇവരെ കണ്ണ് വെട്ടിച്ച് ഇയാൾ ചാടിയിട്ട് ഒരു ചെറിയ കടി പോയിട്ട് കടലമിഠായ കിട്ടിയത് അത് പളർച്ച് തിന്നുക വാങ്ങിയിട്ട്, കഴിയൂല നമ്മളെ കൊണ്ട്. എന്നാൽ നോക്കൂ, ഈ പഥ്യം എല്ലാ വിഷയത്തിലും. അത്തിപ്പറ്റ ഉസ്താദ് ഒരിക്കൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, പോയിന്റുകൾ. ചായ കൊടുത്തപ്പോൾ കടിയില്ല ചോദിച്ചു. അപ്പം നമ്മൾ ചിലപ്പോൾ കരുതും എന്താ പറയാ, ഒരു വീട്ടിലേക്ക് വന്നിട്ടിപ്പോൾ കിട്ടിയത് ഞാൻ കുടിച്ച് പോകല്ല വേണ്ടത്, കടിയൊന്നും ഇല്ല ചോദിച്ചു. അയാൾ വീട്ടുകാരാകെ ഇങ്ങോട്ട് ഇടങ്ങാറായിട്ടോ, അയാൾ ഒരുങ്ങിയിട്ടില്ല. ഉസ്താദ് പറഞ്ഞ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നാണ്. അതിന് ഉസ്താദ് കാരണം പറഞ്ഞ എന്താ അറിയോ, ഓതി കൊടുത്തു ആയത്ത്. നമ്മളെന്നെ അത്ഭുതപ്പെട്ടു. കുലു വഷ്റബു എന്നാണ്, നമ്മളിത് തമാശക്ക് ഉപയോഗിക്കും, നല്ല അടിച്ച് കയറ്റാൻ കുലു വഷ്റബു പറയും. ഉസ്താദ് പറഞ്ഞത് കുലു വഷ്റബു എന്ന് ഖുർആൻ ആ ഉപയോഗിച്ചത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം കുടിക്കണം രണ്ടും ചേർത്തിയിട്ടാണ് പറഞ്ഞത്. അത് നമ്മൾ ചായ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കൊടുക്കണം. അതുള്ള ഉസ്താദിൻ്റെ അടുത്തേക്ക് എന്നാൽ അങ്ങനെയുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്നുണ്ടാവും. നമ്മളാരെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരുപാട് കാര്യം എല്ലാം അങ്ങനെ ഓരോ വിഷയങ്ങളും അദ്ദേഹം വല്ലാതെ ശ്രദ്ധിച്ചു. എല്ലാം നമ്മളെ കൊണ്ട് കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട്. ഇപ്പൊ അന്തമാനിലേക്കുള്ള യാത്രയിൽ അന്തമാനിൽ വെച്ച ഒരു പരിപാടിയിൽ അവിടുത്തെ കാര്യപ്പെട്ട ഒരു ഹാജിയാരുടെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഭക്ഷണത്തിന് ചെന്നിരുന്ന ഉടനെ ഞാൻ സൂഫികളുടെ അവസ്ഥയാണ് പറയുന്നത്. ഇത് ബഗ്ദാദിലോ അല്ലെങ്കിൽ സിറിയയിലോ അല്ലെങ്കിൽ യമനിലോ സൗദി അറേബ്യയിലോ ഒന്നുള്ള പണ്ഡിതന്മാരെ പറ്റിയല്ല ഇപ്പം ഈ പറയുന്നത്. നമ്മളെ മലയാളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞു പോയ മഹാനാണ്. നമ്മളൊക്കെ ഒരു ഭാഗ്യം നോക്കി നിങ്ങൾ. ഈ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ ആ വീട്ടിൽ അന്തമാനിൽ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ ആ വീട്ടിലെ ആ നല്ല സ്വാലിഹായ മനുഷ്യന്റെ മോന് ഒരു ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ജോലിക്കാരനാണ് അത്രേ. അപ്പൊ ഇയാള് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നതിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഉസ്താദ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോ ചില ഫാക്ടറികളിൽ ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചില ചേരുവകൾ ചേർക്കുന്ന കൂട്ടത്തിൽ ചില ജീവികളുടെ അസ്ഥി എല്ലുകൾ പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു അത്രേ. അത് നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ അറുത്തിട്ട് ഇപ്പം നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ അറക്കുന്ന അതിൻ്റെ എല്ലുകളെ കൊണ്ടുപോയിട്ട് അതും ഉപയോഗിക്കുന്നുണ്ട്.
ഹലാലായ രൂപത്തിൽ അറുക്കാതെ ഉപയോഗിക്കുന്ന ജീവികളുടെ എല്ലുകളുടെ അതും പൊടിച്ചിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു അത്രേ. ഈ ചെറുപ്പക്കാരങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഉസ്താദ് ഇങ്ങനെ കേട്ടിരുന്നു. അതിൻ്റെ ചില ഫോട്ടോസുകളൊക്കെ നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഇയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക്. ഈ ഹാജിയരുടെ മോന് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിന് ഉറപ്പ് കിട്ടിയില്ല. അതായത് പിന്നെ ചത്ത ജീവികളുടെ ഹലാലായ രൂപത്തിൽ അറിവ് നടത്താതെയുള്ള ജീവികളുടെ എല്ലുകളുടെ പൊടിയും അതിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉസ്താദിന് ഉറപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്തു, ആ ഒരൊറ്റ അന്തമാനിലെ ആ ഒരൊറ്റ പരിപാടിൻ്റെ ശേഷം ആണ് ഉസ്താദ് ഈ പഞ്ചസാര ഒഴിവാക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉസ്താദ് ചായ നമ്മൾ ഒരുക്കുമ്പോൾ, നമ്മൾ വീട്ടിൽ ക്ഷണിക്കുമ്പോൾ പറയും, പിന്നെ ചായക്കാണ് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ശർക്കര ഇട്ട് ഉണ്ടാക്കി കൊണ്ടിട്ട് പറയും. നമ്മളെ കൊണ്ട് കഴിയോ? അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇനി എവിടെയെങ്കിലൊക്കെ വിരുന്ന് പോയാൽ ചായ മാത്രം കൊടുന്നാൽ അത്തിപ്പറ്റ ഇങ്ങനെ പറഞ്ഞ് കടിയിടിക്കുന്നു പറഞ്ഞ ഒച്ചപ്പ ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണ്? നമുക്ക് അതല്ലാത്തൊന്നും സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അത്തിപ്പറ്റുസ്ഥാനെ പോലെയുള്ള വലിയ ഒരു സൂഫിവരൻ അതുവരെ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യമില്ല നിൽക്കേണ്ടത് മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അതിൻ്റെ ശേഷം അദ്ദേഹം പഞ്ചസാര ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ എവിടെപ്പോ അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം ശർക്കര ചായ കുടിക്കുള്ളൂ. അതാ സൂക്ഷ്മതയാണ്. എന്നാൽ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കണമെന്ന് മൂപ്പര് പറഞ്ഞില്ല, അതും സൂക്ഷ്മതയാണ്. ഇവർക്ക് ഉറപ്പ് കിട്ടിയില്ല. ഇതിൽ എല്ല് ചേർക്കേണ്ട കാര്യങ്ങൾ അത് കൃത്യമായ ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് ഇവർ ജനങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ ആ മഹാമനീഷി തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അത് സൂക്ഷിച്ചു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരാളെ ചെരുപ്പിൽ ചവിട്ടി ചെയ്ത ചളിയായി അതിലവിടെ മാറി നിന്ന് മാത്രമേ. പിന്നെ പള്ളിയിൽ നിന്ന് ഓരോരുത്തരെ ഇറങ്ങി വരുമ്പോൾ ഉസ്താദ് നോക്കുകയാണ് ഈ ചെരുപ്പ് ആരാടുന്നത്. അവസാനം ആ ചെരുപ്പിൻ്റെ ഉടമ വന്ന് ചെരുപ്പിട്ടപ്പോൾ അവിടെ മാപ്പ് ചോദിച്ചു പറഞ്ഞു, പൊറുക്കണട്ടോ ഞാൻ അറിയാതെ ചവിട്ടിയതാണ്. ആരെ കൊണ്ട് സാധിക്കും? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. യാത്ര പോകുന്ന സമയത്ത് ഉസ്താദ് ഒളു എടുക്കണം എന്നുണ്ടെങ്കിൽ, മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ, ടോയ്ലറ്റ് പോകണം എന്നുണ്ടെങ്കിൽ, എനിക്ക് ടോയ്ലറ്റ് പോകണം മൂത്രം ഒഴിക്കണം എന്ന് ഒരിക്കലും പറയില്ല. ഒളു എടുക്കണം എന്നാണ്. വണ്ടി നിർത്താൻ അങ്ങനെ പറയുള്ളൂ. ഞമ്മളുടെ വീട്ടിലേക്കോ മറ്റോ ഒക്കെ ക്ഷണിച്ചു വന്നാൽ ഉസ്താദിന് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഉസ്താദ് എന്ത് പറയും? ഒന്ന് പുതുക്കേണ്ടിന്ന് പറയും. ഉസ്താദ് പറയുന്നത് അത് അഥവാ അങ്ങനെയാണ്, ആ രൂപത്തിൽ പറയാ എന്നുള്ളതാണെന്നുള്ളതാണ്. ഒരു പരിപാടിയിൽ വെച്ച് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മറുപടി കൊടുക്കുകയാണ് നമ്മളൊരാൾ. ആ മറുപടി കൊടുക്കുന്ന സദസ്സിൽ സൂക്ഷ്മതന്റെ ആഴം നോക്കണം. അള്ളാഹുവിന്റെ തിരുദൂതരുടെ മാതാപിതാക്കളെ ഇകഴ്ത്തിയിട്ട് മുജാഹിദ് വിഭാഗം പ്രസംഗിച്ചതും എഴുതിയതും നമ്മുടെ പ്രഭാഷകൻ എടുത്തു ധരിക്കുകയാണ്. അതായത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയെയും അബ്ദുള്ള എന്നവരെയും ഇകഴ്ത്തിയിട്ട് മുജാഹിദ് വിഭാഗത്തിലെ ഒരാള്, അതായത് അവർ അവിശ്വാസികളാണെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം എടുത്തുദ്ധരിച്ചു നമ്മളൊരാള്, ചാത്തിപ്പറ്റ ഉസ്താദ് ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റു പ്രഭാഷകനോട് നിങ്ങൾ പ്രസംഗിക്കണ്ട, നിർത്താൻ പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആശയല്ല പറഞ്ഞത് ഉസ്താദ്. അപ്പൊ ഇവര് കരുതി ഉസ്താദ് ശരിക്കും കേട്ടിട്ടില്ല. മുജാഹിദ് വിഭാഗത്തിലെ ഒരാൾ പറഞ്ഞതിനെ ഉദ്ധരിച്ചതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. എന്നാലും പറയാൻ പാടില്ല, അത് ഉദ്ധരിച്ചിട്ടും പറയാൻ പാടില്ല. തിരുദൂതരുടെ മാതാപിതാക്കളെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അത് എത്രമാത്രം അദബുകേടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും അവരുടെയൊക്കെ ഒരു അദബ് എത്രമാത്രമാണ്. ഒരുപാട് വിഷയങ്ങൾ ഉസ്താദ് ഈ ഇടത് കയ്യിൽ മുസാഫ് ഒരിക്കലും എടുക്കൂല, ജീവിതത്തിൽ എടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയും. ഇനി വലത് കയ്യിൽ കൊണ്ട് മാത്രം താഴെ രണ്ട് കൈ കൊണ്ടും പിടിക്കാന്നല്ലാതെ വെറും ഇടത് കയ്യിൽ അള്ളാഹുവിന്റെ കലാമം പിടിക്കൂല. അത് മൂപ്പര് പറയും. ഇത് ഞാൻ വെറൊരു അത്തിപ്പറ്റസ്ഥാന്റെ അനുസ്മരണം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂഫി എന്ന വാക്ക് വന്നതും കാര്യങ്ങളും, ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞ ഈസാൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഘടകം. അപ്പൊ അംബിയ മുർസലുകൾ കാണിച്ചു തന്ന വഴി ഏതാണ്? പ്രത്യേകിച്ച് അന്ത്യപ്രവാചകർ നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത്, അത് കൃത്യമായി അതേ രൂപത്തിൽ നമുക്ക് കാണിച്ചു. വല്ലാത്തൊരു ജീവിതമാണ്. അതുകൊണ്ടല്ലേ ഭൂമിയിൽ അവർക്ക് സ്വീകാര്യത കിട്ടിയത്, അതുകൊണ്ടല്ലേ ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോയതാണ്. നമുക്ക് വലിയ ഭാഗ്യമാണ്.
അള്ളാഹു താല പകരക്കാരനെ തരാൻ കഴിവുള്ളവനാണ്. അത്തരത്തിലുള്ള മഹത്തുക്കളെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. കാരണം അവരെ കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, അവരെ കൊണ്ടാണ്. ആ മുസ്ലിങ്ങൾ വരെ പറയുകയാണ് ഈ കൊറോണ കാര്യങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേ എത്തിപ്പറ്റ ഉസ്താദ് ഇല്ലല്ലോ, മൂല്യർ ഇല്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥയിൽ ആ മുസ്ലിങ്ങൾ വരെ പറയുന്ന സാഹചര്യം. പലപ്പോഴും അവരുടെയൊക്കെ സാന്നിധ്യം നമ്മൾ കൊതിക്കുകയാണ്, ആഗ്രഹിച്ചു പോവാണ്. അപ്പൊ എന്തായിരുന്നാലും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള സൂഫികൾ കാണിച്ചെന്ന ആ വഴിയിലൂടെ പോണം. വേഗമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത് മാത്രല്ല, അവരുടെയൊക്കെ ആ ജീവിതം നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ഒപ്പം കൂടിയാൽ ഒരു 10 കൊല്ലം ഒപ്പം നിന്ന് പഠിച്ചത് ഒന്നായിട്ട് എടുക്കാൻ നമുക്ക്. അതായിരുന്നു അവരുടെ ജീവിതം. ചിലരോട് നമ്മൾ അടുക്കുന്തോറും അകലാൻ തോന്നും. ഇതങ്ങനല്ല, അടുക്കുന്തോറും നമുക്ക് കൂടുതൽ അടുക്കാൻ തോന്നും. ആ തോന്നുന്ന ആ അവസ്ഥയിലാണ് അവിടെയൊക്കെ സൂക്ഷ്മത. ഇതേ അവസ്ഥയായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്. ആരായിരുന്നു അവർ? റബീഉൽ ആഖിറിന്റെ ഒരു നഷ്ടമുള്ളവർ. എത്രമാത്രം സൂക്ഷ്മത. ചെറുശ്ശേരി ഉസ്താദ് ഒരിക്കൽ ചെന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികെ. ആ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എനിക്ക് 60 വയസ്സായി, അതുകൊണ്ട് ഞാനിനി വളരെ ശ്രദ്ധിക്കും. കാരണം എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിൽ. ഇപ്പൊ ഞാൻ 60 ആയല്ലോ. അപ്പൊ ഏത് സമയത്തും മരണം വരെ അതീവ ശ്രദ്ധ വേണം. അപ്പൊ തോന്നും നമുക്ക് അതിന്റെ മുമ്പ് ശ്രദ്ധ ഇല്ലേ? ശ്രദ്ധ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയല്ലോ, ഇനി ഞാൻ പണ്ടൊക്കെല്ലോ ഭക്ഷണം കഴിച്ചിരുന്നു, ഇപ്പൊ പോരാറി. അപ്പൊ തന്നെ ഭയങ്കര തട്ടായിരിക്കും. പക്ഷെ പറച്ചിലെന്താണ്? ഇപ്പൊ പഴയമാർക്ക് പോകില്ല. ഇത് അങ്ങനെ ഒരു വർത്താനല്ല. ആദ്യം ഭയങ്കര ശ്രദ്ധയാണ്, എന്നിട്ടും പറയണ 60 കഴിഞ്ഞപ്പോൾ വല്ലാത്ത ശ്രദ്ധ. KV ഉസ്താദ് പഞ്ചസാര കൊടുത്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുക്കുമല്ലോ പോകുമ്പോൾ. ഉസ്താദുമാരൊക്കെ ആര് പോകുമ്പോഴും കൊണ്ടുപോകും. അപ്പൊ KV ഉസ്താദ് കൊണ്ടുപോകുമ്പോൾ മൂപ്പര് ഹലാലായത് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത് ഉസ്താദിന് അറിയാം. പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, KV നിങ്ങളിപ്പോ ഈ പഞ്ചസാരൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ KV ഉസ്താദ് പറഞ്ഞു, ദ്വാരക്കാനാണ്. ഉസ്താദ് ദ്വാരുന്നാൽ മതി, അവിടുന്ന് എനിക്ക് ദ്വാരുന്നാൽ മതിയെന്നു. ഞാനിങ്ങനെ അതിങ്ങനെ ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നുക എത്രമാത്രം ഭവ്യതയോടുകൂടി കാരണം പറഞ്ഞേക്കറിയോ. കാരണം ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന കാലത്താണ് KV ഉസ്താദ് വഫാത്താണ്. KV ഉസ്താദ് വഫാത്താകുമ്പോൾ പെരിന്തൽമണ്ണ സ്വകാര്യ ഹോസ്പിറ്റലിൽ അതിന്റെ തൊട്ട് മുമ്പ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ഭയങ്കര നിയന്ത്രണ ആളുകൾ വന്നിട്ട് ഞാൻ എപ്പോഴും ഓർക്കണം, ജാമ്യയിലെ കുട്ടികൾക്ക് മാത്രം പ്രവേശിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് അന്ന് ജാമ്യയിൽ നിന്ന് ഞങ്ങൾ പോയി. നൂറുൽ ഉലമയുടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ആകെ പെട്ടെന്ന് പോയി. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉസ്താദിന് പ്രത്യേക ഒരു റൂമിലാണ്. നഴ്സുമാരെ മറ്റൊന്നും ആരും അങ്ങോട്ട് വരില്ല. എല്ലാ കാര്യങ്ങളും നമ്മളാളുകളും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞത്, ദ്വാരക്കണം കേട്ടോ, ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ഈമാൻ കിട്ടാനും. അപ്പോൾ ഉസ്താദിനെ പോലെയുള്ളൊരു മഹാമനീഷി അങ്ങനെ നമ്മളെപ്പോലെ ഉള്ള കുട്ടികളോട് വരെ അങ്ങനെ പഠിക്കുന്ന കാലത്ത് പറയുമ്പോഴേ കണ്ണിയത്ത് ഉസ്താദിൻ്റെയൊക്കെ മുന്നിൽ എത്രമാത്രം ഭവ്യതയോടുകൂടി കാരണം പറഞ്ഞേക്കുക. ഉസ്താദിന് പഞ്ചസാര കൊടുത്തപ്പോൾ എന്തിനാ KV ഇതെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയണം, അത് ഉസ്താദ് അവിടുന്ന് ദ്വാരന്നാ മതി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോഴേ ദ്വാരക്കാനാണല്ലേ, അതിനാണ് തുടങ്ങി ദ്വാര. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ചിന്തിക്കുന്നത് KV ഇപ്പത് കൊണ്ടുവന്നത് ദ്വാരക്കാനാണല്ലോ, അപ്പൊ ദ്വാരക്കണല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ. വേറെ കൂട്ടർ മസാല ചോദിക്കാൻ വേണ്ടി വരുമ്പോ ചില ഹലോ കൊടുക്കും. അപ്പൊ ഉസ്താദ് ചോദിച്ചത് കൈക്കൂലിയാണോ ചോദിച്ചു. കാരണം മസാല കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല ഉസ്താദെ, കൈക്കൂലി അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി അങ്ങോട്ട് തരേണ്ടത് ഞാൻ സ്വീകരിച്ചാലെന്ന് ചോദിച്ചു. ഇല്ല വേണ്ട. അപ്പൊ പിന്നെ എന്താ, ഇത് ഹദിയാണ്. അള്ളാന്റെ തീർച്ചയായും സ്വീകരിച്ചിട്ടുണ്ട് ഹദിയ എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കണം. ആ രീതിയായിരുന്നു അവരുടേത്. ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും, പക്ഷെ എല്ലാം അതീവ ശ്രദ്ധയോടുകൂടെ. അങ്ങനെയുള്ള മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകി നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കണം നമ്മൾ പഠിപ്പിച്ചോണ്ട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത്. 10,200 ചില്ലാനം മദ്രസകൾ ഒരൊറ്റ വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിൽ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ കുറേ മദ്രസ ഉണ്ട് എന്ന് എപ്പോഴും പറയുമല്ലോ. ഉള്ളതല്ലേ പറയുന്നത്, ചില്ലറ കാര്യമാണോ അത്? മദ്രസ വേണമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കല്ലല്ലോ. ആളുകൾ നാട്ടിൽ മദ്രസ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് അംഗീകരിക്കണം എന്ന് ഇങ്ങോട്ട് പറയല്ലേ.
ഇതൊരു വലിയ സംഭവമല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അസൂയക്കാർ പലതും പറയും. അതവർക്ക് വേറെ പണികളൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ ഒരുപാട് പണികളുണ്ട് നമ്മളെ ഉസ്താദുമാർക്കും. അപ്പൊ ഇത്രമാത്രം സൂക്ഷ്മതയുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഒരു കാലത്ത് നേതൃത്വം നൽകി എന്നതുകൊണ്ട് SKSMന്റെ പ്രവർത്തകർക്ക് എത്ര അഭിമാനിക്കാം. കാരണം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പുറത്തിങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾ നല്ല ഉഷാറായിട്ട് നേതൃത്വം കൊടുക്കണം, അല്ലാതെ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞു SKSF രൂപീകരിച്ചതിന്റെ ശേഷം, സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ആദ്യം പ്രസിഡന്റാക്കി തീരുമാനിച്ചതിന്റെ ശേഷം ഉസ്താദ് നേരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവരൊക്കെ ആശീർവാദം കിട്ടി. അപ്പൊ നല്ലൊരു താവഴിയിലാണ് നമ്മൾ. ഇനി നമ്മൾ സൂഫികളെ പറയുമ്പോൾ മറ്റൊരു വലിയ മഹാനായ ഷംസുൽ ഉലമ. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ അപ്പം നമുക്ക് ഓർമ്മ വരും. അങ്ങനെയാണ് കിതാബിലൊക്കെ സയ്യിദ് അംർ എന്ന് പറയും പോലെ മഹാനായ ഷംസുൽ ഉലമ അദ്ദേഹം വലിയ കൂടിയായിരുന്നു. ആളുകളൊക്കെ മനസ്സിലാക്കി എന്താ അറിയോ, ലോകം അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. അലിയുൽ ഹാഷിമിയെ പോലെയുള്ളവർ ആലിമുൽ ആലം എന്ന് വിശേഷിപ്പിച്ചു അബുദാബിയിലെ. കാരണം ഷംസുൽ ഉലമയുടെ ആ ജ്ഞാനം അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു ലോക പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹം വലിയ മഹാനായിരുന്നു. ഒരുപാട് കറാമത്ത്, അദ്ദേഹത്തിന്റെ വലിയൊരു കറാമത്ത് നമുക്ക് തോന്നുന്നുണ്ട് എന്താ കാര്യങ്ങൾ. അദ്ദേഹം 1996 അദ്ദേഹം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ലാസ്റ്റ് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തന്നെ ഒരു കറാമത്താണ്. ഓഗസ്റ്റ് 10 അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്തൊരു നിർദ്ദേശം വെക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ എല്ലാ മദ്രസകളിലും വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ദിനം, ദിനങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഒരു പ്രാർത്ഥനാ ദിനം. അതിൽ കുട്ടികളും രക്ഷിതാക്കളും ഉസ്താദുമാരൊക്കെ പങ്കെടുത്തത് വരയ്ക്കാം. ഓരോ നാട്ടിലും മദ്രസക്കും പള്ളിക്കും സ്ഥലം കൊടുത്തത് മുതൽ അതിൻ്റെ ആദ്യക്കാർ, മരണപ്പെട്ടു പോയവർ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ, ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാര്, സാദാത്തുക്കള്, ഉൾമറാക്കള്, സമസ്തയുടെ ആലിമീങ്ങൾ, എല്ലാവർക്കും ദുആ ചെയ്യാന്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാന് വർഷത്തിൽ ഒരു പ്രത്യേക ദിനം, ഒരു ദിവസം. അപ്പൊ ലക്ഷക്കണക്കിന് ചെറിയ കുരുന്നുകളെ കൊണ്ട് ആമീൻ എന്ന് പറയിപ്പിക്കാനുള്ള അവസരമാണ്. മഹാനവറുകള് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച പിന്നെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. നോക്കൂ, ആ അഭിപ്രായം സ്വീകരിച്ചു. ഓഗസ്റ്റ് 10 ആ യോഗത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. അടുത്ത മാസം സെപ്റ്റംബർ 8 ആദ്യത്തെ പ്രാർത്ഥനാ ദിനം നടത്താൻ വേണ്ടി തീരുമാനമാക്കാണ് യോഗത്തിൽ. യോഗം പിരിഞ്ഞു. എല്ലാ മദ്രസകളിലേക്കും സർക്കുലർ അയച്ചു. ഓഗസ്റ്റ് 10 തീരുമാനം വരുന്നത്. 19 ഷംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയാണ്, ഒരാഴ്ച. പിറ്റത്തെ മാസത്തേക്ക് പ്രാർത്ഥനാ ദിനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതിന്റെ സർക്കുലറൊക്കെ, അത് 10,000-10,000 മദ്രസകളും സ്ഥാപനങ്ങളും ഉള്ളതല്ലേ, ഇതൊക്കെ അടിച്ചു പോണം. ആദ്യത്തെ പ്രാർത്ഥനാ ദിനം തന്നെ യഥാർത്ഥത്തിൽ മഹാനായ ഷംസുൽ ഉലമയുടെ പേരിലായി, അദ്ദേഹത്തിന്റെ പേരിലും കൂടിയായി. ആ ദീർഘവീക്ഷണം നോക്കുങ്ങൾ. കൊല്ലത്രായി 20 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും അത് കൃത്യമായി ഓരോ കൊല്ലം നടന്നു വരികയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്തും മദ്രസകൾ തുറക്കാത്ത സമയത്ത് ഈ വർഷവും അത് നടന്നു. മഹാനവറുകള് അള്ളാഹുവിന്റെ വലിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തർക്കിക്കാൻ വരുന്ന ആളുകളെ ഉരുളക്ക് ഉപ്പേരി കൊടുത്തിട്ട് ഉത്തരം മുട്ടിപ്പിക്കാൻ സാധിക്കും. ഇതേ അവസ്ഥ മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ളയെ പോലെയവർക്ക് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളിൽ ഷംസുൽ ഉലമക്ക് അപാരമായ കഴിവുണ്ടായിരുന്നു. ഒരു ട്രെയിൻ യാത്രയിൽ പിന്നെ ഒരു പാതിരി അദ്ദേഹത്തിന്റെ അരികെ വന്നിരുന്നു, ഒരു ക്രൈസ്തവ പുരോഹിതൻ. അപ്പൊ ഈ പാതിരി വന്നിട്ട് ഷംസുൽ ഉലമയോട് സംസാരം തുടങ്ങിയാണ്. അപ്പൊ ഇതൊരു സാധാ മുസ്ലിയാരാണെന്ന് കരുതിയിട്ടുണ്ട് ഇയാൾ ചോദിച്ചു അത്ര, എങ്ങനെ ഈ മുഹമ്മദ് നബി കാരണമാണ് ലോകം മുഴുവൻ പടച്ചത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നബിയെ ആണ് എന്നാണല്ലോ നമ്മൾ മുസ്ലിങ്ങൾ പറയുന്നത്. ശരിയാണ് ഷംസുൽ ഉലമ. അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ മോള് ഫാത്തിമ ബിയുടെ മോന് ഹുസൈൻ, ഇയാൾ പറയാണ് കർബലയിൽ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. അപ്പോ തൻ്റെ പേരക്കുട്ടി അങ്ങനെ നിഷ്ഠൂരമായി കൊല്ലപ്പെടുമ്പോൾ ഇത്ര സ്നേഹം മുഹമ്മദ് നബിയോടുണ്ടെങ്കിൽ ഈ മുഹമ്മദ് നബിക്ക് ഈ ദൈവത്തോടൊന്ന് പറയാമായിരുന്നില്ലേ എൻ്റെ പേരക്കുട്ടിനെ രക്ഷപ്പെടുത്തണമെന്ന്. ഇയാള് സിംഹത്തിന്റെ മാളത്തിലാണ് കയറിയിട്ടുള്ളത്. ശരിക്ക് അത് ഇയാൾക്ക് അറിയില്ലല്ലോ.
നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നിനും പതറിപ്പോകൂലേ, എങ്ങനെയാ എനിക്ക് മറുപടി കൊടുക്കാന്ന്. ഷംസുലമ്മ പറഞ്ഞു, അത് മുഹമ്മദ് നബി ദൈവത്തിൻ്റെ അടുത്ത് പോയി ഇത് പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ പേരക്കുട്ടിനെ രക്ഷപ്പെടുത്തണം എന്ന് കരുതി. ഷംസുലമ്മ കൂളായിട്ട് പറഞ്ഞു പോയി. അപ്പൊ ദൈവം ഭയങ്കര ദുഃഖത്തിലിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവം? ദൈവത്തിന്റെ നേരെ മകൻ യേശുക്രിസ്തുവിനെ ഒരു കൂട്ടര് കുരിശിൽ കൊന്നിട്ടുണ്ട്. അപ്പൊ സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ ദൈവം ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ പേരക്കുട്ടിന്റെ കാര്യം എങ്ങനെ പറയാന്ന് കരുതിയിട്ട് മുഹമ്മദ് നബി തിരിച്ചു പോകുന്നതാണ്. എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു. അത്രേ ഇയാൾക്കാണ് ഉത്തരം മുട്ടി. അപ്പൊ ഒന്നും പറയാല്ല. അപ്പൊ നോക്കിങ്ങള് ആ രൂപത്തിൽ മറുപടി കൊടുക്കാൻ കഴിയുന്നു. അത് എല്ലാ കാര്യം അത് വെറുതെ നമ്മളെ കൊണ്ട് കഴിയൂല. ഉള്ളിൽ കോളുണ്ടായിട്ടാണ്. ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു. നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു സംവാദത്തിൽ ഫാദർ ജോൺ മുണ്ടക്കൻ. 10,000 ആളുകളുടെ അടിയിൽ നിന്നാണ്. ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു. യേശു ക്രിസ്തു നിങ്ങൾക്ക് കഴിയോ ചോദിച്ചു. നിങ്ങൾ പണ്ഡിത സൂര്യനാണല്ലോ ഈ സമുദായത്തില്, നിങ്ങൾക്ക് കഴിയോ ചോദിച്ചു. ഷംസുലമ്മ കുറച്ച് സമയം ചില ദിക്റുകളൊക്കെ ചൊല്ലി ഇങ്ങനെ നിന്നു. അത്രേ ഉത്തരം മുട്ടിയെന്ന് കരുതിയിട്ട് പാതിരിമാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഫാദർമാർ പെട്ടെന്ന് ഷംസുലമ്മ പറഞ്ഞു ഫാദർ ജോൺ മുണ്ടക്കനോട്, ഒരു ശവം കൊണ്ടുവരൂ, ഇപ്പൊ എഴുന്നേൽപ്പിച്ച് കാണിച്ചു തരാറ്. ഇവരാകെ വേർത്തു. എവിടുന്ന് കിട്ടും ഒരു ശവം പെട്ടെന്ന്? അതോടുകൂടെ ഇവര് പാറ്റ പൊളിഞ്ഞുമില്ല. ആ ഫാദർ ജോൺ മുണ്ടക്കനാണ് ഇബ്രാഹിം എന്ന പേരിൽ ഇസ്ലാമിലേക്ക് വന്നത്. ആലോചനങ്ങൾ. സംവാദം കഴിഞ്ഞ ശേഷം നമ്മൾ ഉസ്താദ്മാരെ ചോദിച്ചു അത്രേ, ആ ക്രിസ്ത്യാനികൾ എവിടുന്നെങ്കിലും ഒരു ശവം അപ്പം ഒപ്പിച്ചു കൊടുന്ന് ആലോചിച്ചു. അപ്പൊ സംസമ്മ പറഞ്ഞു, ദീൻ അള്ളാഹിൻ്റെതാണ്. ഇത് നിലക്കാൻ അമ്പിയാക്കൾക്ക് അള്ളാഹു താല ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ശേഷം നമ്മൾ ചെയ്യണ്ടേ? അപ്പോൾ പഠിച്ചോ നിലനിർത്തും. അങ്ങനെ ഒരു ശവം അപ്പം കൊണ്ടുവന്നാൽ എഴുന്നേൽക്കുന്നു. അതൊക്കെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം കോള് ഉള്ളിൽ വേണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ വറക്കാതെ പറയാൻ കഴിയോ? ഇല്ല. അത് കൈകാര്യം ചെയ്യാൻ കഴിയും. അത് അള്ളാഹു തോന്നിപ്പിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഷംസുൽ ഉലമാ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കൊടുത്തതല്ല, അത് വെറുതെ കിട്ടിയതല്ല. അപ്പൊ ഇങ്ങനെ ധാരാളം ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഒന്നും ഉണ്ടാവില്ല. തൃപ്പഞ്ചി ഉസ്താദ് കാഴ്ചയിലൊന്നും ഇല്ലായിരുന്നു, വലിയ മഹാനായിരുന്നു അദ്ദേഹം. കന്യാര മൗല വലിയ മഹാനായിരുന്നു. അരിമ്പ്രണ്ടായിരുന്നൊരു വലിയ മഹാന്. അവരൊക്കെ വലിയ വലിയ കാര്യപ്പെട്ട ആളുകളായിരുന്നു, വലിയ സൂഫികളായിരുന്നു. ഞങ്ങനെ നമ്മൾ കുറെ അപ്പുറത്തേക്ക് പോയാൽ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കണ്ണ് ചിമ്പിയിട്ടേ ഇരിക്കുള്ളൂ, അറിയാതൊരു ഹറാമിലേക്ക് നോക്കുമോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്തുക്കളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. അവർ കാണിച്ചു തന്ന പാത ഒരിക്കലും പഴക്കാത്തതാണ്. അപ്പൊ ആ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത തൊട്ട് തീണ്ടാത്ത ചില ആളുകളൊക്കെ നോക്കൂ, അവര് ലേഖനങ്ങളോ പ്രസംഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകരുത്. ഈ കാര്യം നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. അപ്പോൾ റബീഉൽ ആഖിർ ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് നേരെ തുടങ്ങാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷ. ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ടൊരു സൂറത്ത് തുടങ്ങണം. അപ്പോൾ റബീഉൽ ആഖിറിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹത്തുക്കളൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ കുടുംബം നമ്മുടെ സഹചാരി സെന്ററിലേക്ക് ഒരു 2100 രൂപ ആ സഹോദരിയുടെ പേരിൽ പ്രത്യേകം ദുആക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല ആ സഹോദരിയുടെ ബർസഖിയായ ജീവിതം അല്ലാഹു വെളിച്ചമാക്കട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആക്കാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട തച്ചറക്കുന്നമ്മൽ അബുകാക്കയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ അവർ ഒരു 2000 രൂപ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഇനി എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, നമുക്കെല്ലാവർക്കും അറിയാം വള്ളിക്കാപ്പറ്റയിലെ നമ്മുടെ സ്റ്റഡി സെൻ്ററിൻ്റെ കീഴിലുള്ള നമ്മുടെ പരിപാടികൾ, നമ്മുടെ സഹചാരിയുടെ വിപുലമായ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഖുർആനിൻ്റെ ഹദീസിൻ്റെ പ്രചാരണം, അതോടുകൂടെ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനം, ഈ രണ്ടും ഒരേ സമയത്ത് നടത്താനുള്ള ഒരു അവസരം
അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് നമ്മുടെ വള്ളിക്കാപ്പറ്റയിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. എല്ലാവരും സഹായം ആ വിഷയത്തിൽ ഉണ്ടാകണം. നമുക്കാകെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. അതിന് നമ്മൾ കുറച്ച് ഉറക്കൊഴിച്ചാൽ പോലും അത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. വലിയ പുണ്യമുള്ള കാര്യമാണ്. ചില ആളുകൾ കണ്ടില്ല, നമ്മളൊക്കെ ശ്രദ്ധയിൽ എത്രയോ ആളുകൾ ഏത് സമയത്ത് വിളിച്ചാലും ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ 3-4 ലക്ഷം രൂപ ചെലവഴിച്ച് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ അതേക്കാരം വലുത്. അത്രക്കും ഫിറ്റേക്കാരം അതൊക്കെ. അപ്പം നമ്മൾ ഈ സഹചാരിയിലേക്കൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു. കാരണം ഇത് കൃത്യമായി സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രൂപത്തിലൊക്കെ ഇന്ന് സൗകര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളെ എന്തെങ്കിലുമൊക്കെ സംഭാവനകളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേൾക്കുന്നതും ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഈ നൂതനമായ സംവിധാനങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാഹുവേ, ഇതിന് ഞങ്ങൾക്ക് പരിപൂർണ്ണ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇൽമിന്റെ സാസിൽ ഇരുന്നാൽ കിട്ടുന്ന തത്തുല്യമായ പ്രതിഫലം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത് ലൈവായിട്ട് കേൾക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാര് അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, 2 പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ ഖുർആന്റെ സാസ് ഞങ്ങളുടെ വള്ളിക്കാപ്പറ്റയിൽ അല്ലാഹുവേ ആദ്യത്തെ തുടക്കം അത് ഇന്നും ഇതുപോലെ നടക്കുന്നു. റബ്ബേ, ഇത് സ്വീകരിക്കണേ റഹ്മാനെ. അതിൻ്റെ ഇടയിൽ തുടങ്ങി വെച്ച പലരും ഇന്ന് മരണപ്പെട്ടു പോയി, മണ്ണോട് ചേർന്നു. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ഇതിൻ്റെയൊക്കെ ഒരു വിഹിതം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുരുടെ ബർസഹിയായ ജീവിതം വെളിച്ചമാക്കണേ റഹ്മാനെ. ഇന്നും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, നല്ല മനസ്സ് വെച്ചവർ, മനസ്സുകൊണ്ടെങ്കിലും ഇത്തരം സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഇത്തരം പ്രവർത്തനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ നല്ല രൂപത്തിൽ അഭിമാനകരമായ വർധനവ് നൽകണേ റഹ്മാനെ. ധന്യത നൽകണേ റഹ്മാനെ. അഭിമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നൽകല്ല റഹ്മാനെ. പരലോകം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരു സുഖവും ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ഇവിടെ നൽകുന്നത് കാരണം പരലോകത്ത് കുറവ് വരുത്തല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാര് അള്ളാഹു ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ വള്ളിക്കാപ്പറ്റയിൽ ഞങ്ങളുടെ മദ്രസ, ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മദ്രസയിലെ ഉസ്താദുമാർ എല്ലാവർക്കും ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഉമറാക്കളുണ്ട്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ, മുന്നിട്ടിറങ്ങിയവർ അള്ളാഹുവെ അവർക്കൊക്കെ ഖൈറും ബർക്കത്ത് നൽകണേ റഹ്മാനെ. പഠിക്കുന്ന ഞങ്ങളെ കുട്ടികൾക്ക് നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. നല്ല പ്രതിഭ നൽകണേ റഹ്മാനെ. നമ്മുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ SKSF പ്രവർത്തകർ, കുട്ടികൾ, ചെറുപ്പക്കാരുടെ ജോലിയിൽ പഠനത്തിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രീതിയിൽ സഞ്ചരിക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളോട് ഓരം ചേർന്ന് നിൽക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. അങ്ങനെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ വീട്ടിൽ നിന്നും ഒരു കുട്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് ആ വീടിന് തന്നെ ഒരു വെളിച്ചമാകും. അള്ളാഹു കുട്ടികൾക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് അത് കാരണം നാളെ പരലോകത്തേക്ക് ഒരു വരുമാനമാക്കണേ റഹ്മാനെ. അള്ളാഹു ഭൗതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ സഹായം നൽകുന്നവരുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. മതരംഗത്ത് പഠിക്കുന്ന ഞങ്ങളെ കുട്ടികളുണ്ട്, പഠിച്ചവനെ അവരുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അസൂയാലക്കുടെ ഷർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഖൈറും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കുട്ടികളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അസൂയാലക്കുടെ ഷർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. വിവാഹം ഉദ്ദേശിക്കുന്നവർ നല്ല ഇണകളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഒരു സഹോദരി, മരണപ്പെട്ട ഫാത്തിമ എന്ന് പറഞ്ഞ ആ സഹോദരി, അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. വലിയൊരു സംഖ്യ സഹചാരിയിലേക്ക് അവർ നൽകി. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സംവിധാനമാണ്. റബ്ബേ, ആ സഹോദരിയുടെ ഖബറിൽ വലിയ ആശ്വാസം നൽകണേ റഹ്മാനെ. റൗഹും റൈഹാനും നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ആ സഹോദരന് അബുഖാക്കയുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ബന്ധുക്കൾ നൽകിയത് സ്വീകരിക്കണേ റഹ്മാനെ. ആ വലിയ സംഖ്യ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അള്ളാഹു ചെറുതും വലുതുമായ സംഖ്യ നൽകുന്നവർ അവർക്കൊക്കെ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ ഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്ക കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. കൊറോണ ബാധിച്ച് മരിക്കുന്നൊരവസ്ഥ നൽകല്ല റഹ്മാനെ. മരിച്ച ഞങ്ങൾ ഒരുപാട് ആളുകൾ ഷഹീദിന്റെ കൂലി നൽകണേ റഹ്മാനെ. അള്ളാഹു, പല രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്, ഷിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആശുപത്രിയിലുണ്ട്, ആരോഗ്യം നൽകണേ റഹ്മാനെ, ഷിഫ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഗർഭിണികൾ, ഒരു പ്രയാസവും അവർക്ക് നൽകല്ല റഹ്മാനെ. സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടുകൂടെ മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകണേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.